ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, യേശുവിന്റെ നാമത്തിൽ അപമാനമുണ്ട്, യേശുവിന്റെ നാമത്തിൽ കൊടിയ സഹനമുണ്ട്. പക്ഷേ അപ്പോസ്തലന്മാരെന്താ ചെയ്തത്? യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത കണ്ടു. അതൊരു അവകാശമായി, അത് അവരുടെ യോഗ്യതയായി അവർ കണ്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തു സന്തോഷിക്കുകയാണ്. സഹനങ്ങളിൽ സന്തോഷിക്കുന്നു, അപമാനങ്ങളിൽ സന്തോഷിക്കുന്നു, വേദനകളിൽ സന്തോഷിക്കുന്നു, പീഡകളിൽ സന്തോഷിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ ശക്തി. ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, അഭിഷേകം പോയി. അഭിഷേകം പോയി തന്നെ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുന്നതാണ് ആത്മാവിന്റെ ശക്തി. ശുശ്രൂഷ ജീവിതം നമുക്ക് സഹനമുണ്ട്, കുടുംബജീവിതത്തിൽ സഹനമുണ്ട്. കുടുംബജീവിതത്തിൽ സഹനമില്ലാത്ത ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഇന്റർവ്യൂ നടത്താനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആർക്കാ സഹനമില്ലാത്ത? സുവിശേഷ വേലയിൽ ആർക്കാ സഹനമില്ലാത്ത? നമ്മൾ കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, വേല ചെയ്യുമ്പോൾ, സുവിശേഷ വേല ചെയ്യുമ്പോൾ സഹനമുണ്ട്, ഞെരുക്കമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്, അപമാനമുണ്ട്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാം കൃപകളായി സ്വീകരിക്കുന്നതാണ്, അതാണ് ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, അപമാനങ്ങളിലും സഹനങ്ങളിലും പരാതികൾ വേണ്ട, പരാതികൾ വേണ്ട, പിറുപിറുപ്പുകൾ വേണ്ട. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ കുടുംബം ഡിവോഴ്സ് വരുന്നത്. എന്താ ഡിവോഴ്സുകൾ കൂടുന്നത്? സഹിക്കാൻ മനസ്സില്ല. കൂട്ടായ്മകൾ പ്രശ്നങ്ങൾ വരുന്നു, സഹിക്കാൻ മനസ്സില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ള ഒരു പ്രധാന സവിശേഷതയാണ് അവർ സഹനശക്തിയുള്ളവരാണ്, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുന്നവരാണ്. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:1-2 വചനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. സഹോദരരെ, മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപകളെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കെദോനിയയിലെ സഭകളിൽ അതിശക്തമായ വിധത്തിൽ ദൈവകൃപയുടെ വർഷമുണ്ടായി. ദൈവകൃപ സമൃദ്ധമായി വർഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ ദൈവകൃപ വർഷിക്കപ്പെട്ടത്? ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കെദോനിയയിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും അതാണ്. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മലയാള ഭാഷയിൽ ക്ലേശങ്ങളുടെ ആ ക്ലൈമാക്സിന് പറയാൻ മറ്റൊരു വാക്കില്ല. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ എന്ന് പറഞ്ഞ നട്ടം തിരിയാണ്. അതുപോലത്തെ കൊടിയ സഹനം, വളരെ വലിയ ക്ലേശം, ദുരിതം, വലിയ ദുരന്തം. ദൈവത്തിന്റെ വചനം പറയുക, ഈ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കെദോനിയയിലെ വിശ്വാസികൾ എന്താ ചെയ്തത്? അവരുടെ സന്തോഷാധിക്യം ശ്രദ്ധിച്ചേ നിങ്ങള്, അവര് സന്തോഷം കൊണ്ട് മതിമറക്കുകയാ, ആനന്ദം കൊണ്ട് മതിമറക്കുകയാ. അവർ ആനന്ദം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ചിന്തിച്ചെന്റെ സഹോദരങ്ങളെ, എപ്പോഴാണ് ഇവർക്ക് സന്തോഷത്തിന്റെ ആധിക്യം ഉണ്ടായത്? എപ്പോഴാ ഉണ്ടായത്? ഈ സന്തോഷാധിക്യം ഇവർക്ക് എപ്പോഴാ ഉണ്ടായത്? എപ്പോഴാ ഉണ്ടായത്? ഭൗതികമായ നന്മകൾ കിട്ടിയപ്പോഴാണോ? വീട് പണി പൂർത്തിയായി, അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ മകനെ നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നന്മകൾ നമുക്ക് ലഭിച്ചു. ആ സമയത്തൊന്നുമല്ല. ക്ലേശങ്ങളുടെ തീവ്രമായ പരിശോധനകളിൽ അവർ സന്തോഷാധിക്യം കൊണ്ട് നിറയുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.